Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ട്രക്കിങ്ങിനിടെ മഞ്ഞുമലയിൽ അപകടത്തിൽപ്പെട്ട കാഞ്ഞൂർ സ്വദേശിയെ ഇറ്റാലിയൻ വ്യോമസേന രക്ഷപ്പെടുത്തി. പുതിയടം കോഴിക്കാടൻ വീട്ടിൽ അനൂപാണ് ഇറ്റലിയിൽ മഞ്ഞുമലയിൽ കുടുങ്ങിയത്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഹിറ്റായതോടെയാണ് നമ്മുടെ സുഹൃത്ത് സംഘങ്ങളുടെ സാഹസിക യാത്രകളും കൂടുതൽ ചർച്ചയായത്. മലയാളികൾ പൊതുവെ യാത്രാപ്രേമികളാണ്. അതിൽ യുവാക്കൾക്ക് കൂടുതലും സാഹസിക യാത്രകളോടാണ് പ്രിയം. കൂട്ടുകാർക്കൊപ്പം സംഘമായും ഒറ്റയ്ക്കും ഇത്തരം യാത്രകൾ ചെയ്യുന്നത് പുതിയ സംഭവമൊന്നുമല്ല. അടുത്ത കാലത്താണ് കൂടുതൽ ആളുകൾ ട്രക്കിങ്ങിലേക്ക് തൽപരരായത്. ഉയരങ്ങൾ കീഴടക്കാനും ദുർഘട പാതകൾ താണ്ടി മനോഹരമായ ലക്ഷ്യസ്ഥാനത്തെത്തി കാഴ്ചകൾ കാണാനുമെല്ലാം സാഹസിക യാത്രികർക്ക് ഏറെ ഇഷ്ടമാണ്. കാഞ്ഞൂർ സ്വദേശി അനൂപ് കോഴിക്കാടനും ട്രക്കിങ്ങുകളെ ഏറെ ഇഷ്ടപ്പെടുന്നയാളാണ്. വർഷങ്ങളായി കുടുംബസമേതം ഇറ്റലിയിലാണ് അനൂപ് താമസിക്കുന്നത്. തന്റെ ഇറ്റലിക്കാരനായ സുഹൃത്ത് റിക്കാർഡോയുമൊത്ത് ഈ അടുത്ത് അനൂപ് നടത്തിയ മഞ്ഞുമലകൾ താണ്ടിയുള്ള ട്രക്കിങ്ങിൽ ഇടയ്ക്ക് ഒന്ന് നിലതെറ്റി. അത് പുള്ളിയും ഇവിടത്തെ ഒരു കൂട്ടുകാരനും കൂടിയാണ് പോയത്. അവര് 8.5 മണിക്കൂർ കൊണ്ടാണ് ഈ മല കയറിയത്. ഇവര് ഈ ഐസില് തിരിച്ചു വന്നപ്പോഴേക്കും തിരിച്ചിറങ്ങുന്ന സമയത്ത് അവർക്കത് ഭയങ്കര മഞ്ഞായി, അത് കൂടി ഐസെല്ലാം ഉറച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അത് സ്ലിപ്പായി പോയി. സ്ലിപ്പ് വന്ന് ഇത് കഴിഞ്ഞ് പുള്ളി അങ്ങനെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കല്ല് പോലെയുള്ള ഒരു കല്ലാണ് പുള്ളിക്ക് കിട്ടിയത്. അതുമേന്ന് അനങ്ങിയ പുള്ളി വലിയ താഴത്തേക്ക് പോകുമായിരുന്നു. പുള്ളി അനങ്ങാണ്ട് അതുമ്പോൾ 5.5 മണിക്കൂർ വരെ -5 ഡിഗ്രി തണുപ്പത്ത് 5.5 മണിക്കൂർ ഇരുന്ന് അത് കഴിഞ്ഞാണ് ഇവർ ഇൻഫർമേഷൻ കൊടുത്തതും പോയതും. പിന്നെ വന്നപ്പോൾ രാത്രിയായി, അവർക്ക് അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായി. പിന്നെ അത് കഴിഞ്ഞാണ് മറ്റേ രണ്ടാമത്തെ ഇത് വന്ന് അവരെ രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആൾക്ക് തണുപ്പത്ത് ഐസത്ത് അത്ര 5.5 മണിക്കൂറൊക്കെ ഇരുന്നതിന്റെ പേരിൽ ബോഡി വീക്കായി. എന്തായാലും ഭാഗ്യം കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. സമുദ്രനിരപ്പിൽ നിന്നും 2400 അടി ഉയരമുള്ള റോമിന് സമീപമുള്ള അബ്രൂസയിലെ മൈലേല എന്ന മഞ്ഞുമലയിലേക്കായിരുന്നു അനൂപിന്റെയും സുഹൃത്തിന്റെയും യാത്ര. യാത്രയ്ക്കിടെ കാലൊന്നു തെറ്റി അനൂപ് മലയുടെ ചെരുവിലേക്ക് പതിച്ചു. മലയിടുക്കിലേക്ക് വീണ അനൂപിനെ മഞ്ഞു വന്നു മൂടി. മഞ്ഞിൽ മൂടി അതിശൈത്യത്തിൽപ്പെട്ട അനൂപിനെ രക്ഷിക്കാനെത്തിയ രക്ഷാപ്രവർത്തകർക്കാവട്ടെ സന്ധ്യയായതിനാൽ വെളിച്ചമില്ലാതെ മടങ്ങേണ്ടിയും വന്നു. എന്നാൽ കൂടെയുണ്ടായിരുന്ന ഇറ്റാലിയൻ സുഹൃത്ത് റിക്കാർഡോ അനൂപിനെ കൂടാതെ മടങ്ങാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് ഇറ്റാലിയൻ വ്യോമസേനയെ വിവരമറിയിക്കുകയായിരുന്നു. വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്റർ പാതിരാത്രിയിലും രക്ഷാപ്രവർത്തനത്തിന് സജ്ജമാണ് എന്നത് അനൂപിന് തുണയായി. ജീവൻ രക്ഷിച്ച വ്യോമസേനയ്ക്ക് അനൂപും സുഹൃത്തും നന്ദി പറയുമ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്ന ഭാവം മാത്രമായിരുന്നു വ്യോമസേനാംഗങ്ങൾക്ക്. എന്തായാലും ഈയൊരു അപകടം കൊണ്ട് കുറച്ചുകൂടി ജാഗ്രത ഇനിയുള്ള യാത്രകളിൽ ഉണ്ടാകും എന്നല്ലാതെ ട്രക്കിങ്ങോ യാത്രകളോ ഉപേക്ഷിക്കില്ലെന്ന് അനൂപ് പറയുന്നു.